അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ആരെങ്കിലും സുബഹി നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെ അതേ ഇരുത്തമിരിക്ക. അവിടുന്ന് പറഞ്ഞു കാലിളക്കി വെക്കാതെ ഇരിക്കുക. നമ്മൾ തൂണുമക്ക് ചാരാൻ പോകരുത്, ചുമരുമക്ക് ചാരാൻ പോകരുത്, സൊഫെന്ന് മാറരുത്. ഇമാം അടക്കം അങ്ങനെ തന്നെ ഇരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മഗ്‌രിബിനും സുബഹിക്കും സാധാരണ ഇമാം പെട്ടെന്ന് തിരിയില്ലല്ലോ. അതെന്തുകൊണ്ടാ? നബി തങ്ങളുടെ നിർദ്ദേശ ആ കിബിലക്ക് തിരിഞ്ഞെന്നെ ഇരുന്ന് 10 വട്ടം നിങ്ങൾ ഈ ഷഹാദത്ത് ചൊല്ലിയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. അന്ന് മഗ്‌രിബ് വരെ നിങ്ങൾക്ക് അനിഷ്ടകരമായതൊന്നും സംഭവിക്കുകയില്ലെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ പതിവാക്കണം. ഉമ്മമാര് ഇത് ചൊല്ലാതെ അടുക്കളയ്ക്ക് പോകരുത്. സുബഹി സ്കേച്ച് ഇരുന്നിട്ട് 10 വട്ടം ഈ ദിക്റില്ല. നിങ്ങൾക്ക് പേടിക്കണ്ട, അള്ളാന്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റിയാണ്, ഒരു കാവല. അന്ന് മഗ്‌രിബ് വരെ നിങ്ങൾ പേടിക്കണ്ട. പിന്നെ അവിടുന്ന് പറഞ്ഞ ഒരാള് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെയും ഇതുപോലെ 10 തവണ ഈ ദിക്റ് ചൊല്ലിയാൽ അന്ന് സുബഹി വരേക്കും അവനെല്ലാ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും പടച്ചവന്റെ കാവലാണ്. അപ്പൊ ഒരു ദിവസം ഫുള്ള് റബ്ബിന്റെ കാവല് കിട്ടും. സുബഹിക്കും മഗ്‌രിബിനും ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഈ ദിക്ർ ചൊല്ലിയ പിന്നെ എന്തും പറയാ. ഒരു 7 വട്ടം അല്ലാഹുമ്മ അജിർനി മിനന്നാർ, പടച്ചോനെ നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാഹ്. നരകത്തിന് 7 വാതിലാണുള്ളത്. ആ 7 വാതിലിൽ നിന്നും നമുക്ക് കാവല് കിട്ടും. സുബഹി നിസ്കരിച്ച് 7 വട്ടം ഇത് ചൊല്ലിയാൽ, മഗ്‌രിബ് നിസ്കരിച്ചും അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 തവണ ചൊല്ലിയാൽ നമുക്കതാ അന്നത്തെ രാത്രിയിലും നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ 7 വാതിലിനെ തൊട്ട് നമുക്ക് കാവൽ ലഭിക്കുന്നു. ഈ ദിക്റുകളൊക്കെ നമ്മളൊന്ന് മനഃപൂർവ്വം ചൊല്ലിപ്പോവാ. പള്ളിയിലൊക്കെ എപ്പോഴെങ്കിലും വരുമ്പം ചൊല്ലുക, ഇമാമ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മളും ചൊല്ലുക. അങ്ങനത്തെ അടുത്തുനിന്നൊക്കെ ഒന്ന് മാറി ഇങ്ങനെയുള്ള സ്വഹീഹായ ഹദീസിൽ വന്ന അദ്കാറുകളല്ലേ, അതൊന്നും മനഃപൂർവ്വം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. സുബഹിന്റെ ശേഷം ഒരു 4 പേജ് ഖുർആൻ ഓതാൻ, 4 പേജ് ഖുർആൻ ഓതാൻ 3 മിനിറ്റാ വേണ്ട. 3 മിനിറ്റ് ഉണ്ടായ 4 പേജ് ഓതാൻ.